അടുത്തതൊരു ലെങ്തി ഡെറിവേഷൻ ആണ്, എലിപ്സ് ആണ്. അപ്പം എലിപ്സിന്റെ ഡെഫിനിഷൻ വായിക്കാം. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ്, അതാണ് ഫോക്കൈകൾ F1 F2. ടു ഫിക്സഡ് പോയിന്റ്സ് ഇൻ ദ പ്ലെയിൻ ആർ എ കോൺസ്റ്റൻസ് ആണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഈ പോയിന്റിൽ നിന്ന് ഈ ഫോക്കസിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻ അതർ വേർഡ്സ് Pf1 plus Pf2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് 2a എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അത് എഴുതുവാണെങ്കിൽ അതിന് മുന്നേ ഇത് എലിപ്സ് ആണ്. എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട്, F1 ഉണ്ട് F2 ഉണ്ട്. ഇതാണ് നമ്മുടെ മേജർ ആക്സിസ്, ഇത് നമ്മുടെ മൈനർ ആക്സിസ് ആണ്. മേജർ ആക്സിസ് ആണ് A, മൈനർ ആക്സിസ് B. ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് Pf1, ഇത് Pf2, ഇതൊക്കെ അറിയാമല്ലോ. പിന്നെ ഇവിടുത്തെ കോർഡിനേറ്റ് ആണ് C,0, F2-ല് F1-ലെ ആണ് -C,0, പോയിന്റിന്റെ X,Y. ഇത്ര അറിയാമല്ലോ. ഇനി നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? Pf1 പ്ലസ് Pf2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആണ് 2a എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതും എഗെയിൻ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ കോർഡിനേറ്റ് പറയുമ്പോൾ ആദ്യം എക്സ് മൈനസ് സി അല്ലേ, റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ, y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് Pf2 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ, സോറി എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ കിട്ടിയില്ലേ അമ്മ? എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെന്താകും? ഇത് ഈക്വൽ ടു 2a ആണേ. ഓക്കെ, എക്സ് മൈനസ് സി എന്താകും? എക്സ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ആകും, നോട്ടുണ്ട്, പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇത് പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇത് ഈക്വൽ ടു 2a എന്നല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരാളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഈ എക്സ് മൈനസ് സി ഉള്ള ആളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുവാണേ. അതൊരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതിന്. അല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേനും റൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു വേറെ വലിയ ടേം വരും. അതുകൊണ്ട് നമ്മൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ അവിടെ തന്നെ ഇട്ടിട്ട് ഈക്വൽ ടു 2a മൈനസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് ഇങ്ങനെ ആക്കി. ഇനി ഇതൊന്ന് മായ്ക്കുവാണേ. മായ്ക്കുമ്പം അപ്പം നമ്മൾ ഇനി ഇത് സ്ക്വയർ ചെയ്യുവാണ്. ഓൺ സ്ക്വയറിങ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല. എക്സ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതാകും. റൂട്ട് പോയി. ഇനി ഇവിടെ ചെയ്യുമ്പോൾ 2a സ്ക്വയർ ചെയ്യും. ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പം a സ്ക്വയർ, അതായത് 4a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താ? എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് മൈനസ് 2ab ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 2a ഇൻറ്റു റൂട്ട് ഓഫ് ഈ സാധനം. അപ്പം 2 ഇൻറ്റു 2a 4a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായി അല്ലേ? ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2xc പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2xc പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4a root of x minus c
ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇനി വെട്ടിക്കളയാൻ ആളുണ്ട്. എക്സ് സ്ക്വയറിനെ വെട്ടിക്കളയാം, സി സ്ക്വയറിനെ വെട്ടിക്കളയാം, വേറെ ആരെങ്കിലും ഉണ്ടോ? വൈ സ്ക്വയർ ഉണ്ടല്ലേ, വൈ സ്ക്വയറിനെയും വെട്ടിക്കളയാം. അപ്പോൾ ഈ 2xc ഇപ്പുറത്തോട്ട് വന്ന് 4xc ആകും. അപ്പോൾ ഇവിടെ എഴുതുന്നേ, ഇവിടെ എഴുതാം 4xc ഈക്വൽ ടു എന്താണെന്ന് വരും? 4xc ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 4a റൂട്ട് ഓഫ് എന്ന് പറഞ്ഞുള്ള ആ സാധനം വരും അല്ലേ. അപ്പം is equal to 4a സ്ക്വയർ പ്ലസ് 4a റൂട്ട് ഓഫ് x മൈനസ് c ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാകും. ഇനി എല്ലാ ടേമിലും 4 ഉണ്ട്, 4നെ വെട്ടിക്കളയാം, 4നെ വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കി എന്താ വരുന്നത്? അപ്പം xc ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ എ സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. എക്സ് സി മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഒന്നുകൂടെ നമ്മൾ സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ അപ്പോൾ എക്സ് സി മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു എ റൂട്ട് ഓഫ് എക്സ് സി ഹോൾ മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വന്നു. ഇതിനെ നമ്മളിനി സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുമ്പം എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ എ റേസ് ടു 4 വരും മൈനസ് 2xc എ സ്ക്വയർ എന്ന് വരും അല്ലേ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ആകും. റൂട്ട് എന്നുള്ള ഈ സാധനത്തിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. അതിനകത്ത് തന്നെ നമ്മൾ എക്സ് സ്ക്വയർ എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയറിനെ സ്ക്വയർ ചെയ്തു. എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2xc പ്ലസ് വൈ സ്ക്വയർ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ റേസ് ടു 4 മൈനസ് 2xc എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതിന് എ സ്ക്വയറിനകത്തോട്ട് കൊടുക്കുന്നതാണ്. എ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 2xc എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ. ഇനി വെട്ടിക്കളയാൻ ആരൊക്കെ ഉണ്ടല്ലോ? എ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ടോ? ഇല്ല. മൈനസ് 2xc എ സ്ക്വയറിനെ വെട്ടാം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ എക്സ് സ്ക്വയർ സി സ്ക്വയറിനെ ഇവിടെ ഇടുന്നു, എ സ്ക്വയർ വൈ സ്ക്വയറിനെ നമ്മൾ ഇടുന്നു, എ റേസ് ടു 4നെ അപ്പുറത്ത് കൊണ്ടുവന്നു. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കൺഫ്യൂഷൻ വരും, ആരൊക്കെ എങ്ങോട്ടേക്കോ ഉണ്ടെന്ന്. നിങ്ങളൊരു കാര്യം എടുത്താൽ മതി, എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ. ആക്ച്വലി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എക്സ് സ്ക്വയർ ടേം വരണം. അപ്പോൾ എക്സ് സ്ക്വയർ ഉള്ള ടേംസ് എല്ലാം ഇപ്പുറത്ത് കിടക്കണം, പിന്നെ വൈ സ്ക്വയർ ഉള്ള ടേംസ് എല്ലാം ഇപ്പുറത്ത് കിടക്കണം, ബാക്കി എല്ലാവരും അപ്പുറത്തോട്ട് ഇടുക. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പം എ സ്ക്വയർ സി സ്ക്വയർ മാത്രം അപ്പുറത്ത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എക്സ് സ്ക്വയർ ഉള്ള എ എക്സ് സ്ക്വയറിനും എ സ്ക്വയർ എക്സ് സ്ക്വയറും എ സ്ക്വയർ വൈ സ്ക്വയറും ഇപ്പുറത്ത് വരണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വായിച്ചേക്ക്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ടേംസിനെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അടുത്തത് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയർ എ സ്ക്വയർ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എ സ്ക്വയർ പിന്നെന്നാ പ്ലസ് എ സ്ക്വയർ അല്ല മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ വരുന്നുണ്ട്. പ്ലസ് അല്ല മൈനസ് ആണ്. എ സ്ക്വയർ വൈ സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എക്സ് സ്ക്വയറിനെ കോമൺ എടുക്കാം. ഇത് ഈക്വൽ ടു ഇട്ടില്ലല്ലോ. ഈക്വൽ ടു എ സ്ക്വയർ സി സ്ക്വയർ
ഇവിടെ ഉണ്ട്. അതിനിടെ ഒരു a⁴ വിട്ടുപോയി. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ട് a⁴ ഇവിടെ കിടപ്പുണ്ടേ, അത് വിട്ടുപോയി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കോമൺ എടുക്കണം. കോമൺ എടുക്കുന്നതിന് മുന്നേ ഒന്ന് മൈനസ് ചെയ്തേക്കാം. രണ്ട് സൈഡിലും ഒന്ന് മൈനസ് ചെയ്തേക്കാം. കാരണം നമുക്ക് c² - a² എന്ന് പറഞ്ഞ ഒരു x² കോമൺ എടുത്താൽ നമുക്ക് വേണ്ടത് a² - c². അപ്പോൾ നമ്മളൊന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ x² c² ഒരു മൈനസ് വരും, -x² c² പ്ലസ് x² a² വരും. ഇത് മൈനസ് ആയി. പ്ലസ് a² y² വരും, ഈക്വൽ ടു -a² c² പ്ലസ് a⁴ എന്ന് വരും. നമ്മൾ ഇവിടുന്ന് കോമൺ എടുക്കുന്നു, ഇവിടുന്ന് x² കോമൺ എടുക്കുന്നു. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ആദ്യം a² എടുക്കുന്നു. a² - c² പ്ലസ് a² y² ഈക്വൽ ടു ഇവിടുന്ന് നമ്മൾ a² കോമൺ എടുക്കുന്നു. a² ഇൻറ്റു ഇവിടെ ഒരു മൈനസ് കൊടുക്കണം, അപ്പോൾ ഇവിടുത്തെ a² - c² എന്ന് വരും. ഓക്കെ, വലിയ ഡെറിവേഷനാണ്. പോസ് ചെയ്യാമോ? ഓക്കെ, അപ്പം ഇപ്പോൾ ഇത്രയായില്ലേ. നമ്മളിനി ചെയ്യണമൊന്നുമില്ല. നമുക്കിപ്പോൾ x² ടേം വന്നു, ഇവിടെ ഒരു y² ടേം വന്നു. ഇവിടെ ഈക്വൽ ടു 1 അല്ലേ വരണ്ടേ? അപ്പോൾ ഈ 1 വരാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ പറഞ്ഞ ആളെ കൊണ്ട് ഇവിടെ എല്ലാം ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓൺ ഡിവൈഡ് ബൈ a² ഇൻറ്റു a² മൈനസ് c². ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, മറന്നു പോയതേ. അപ്പോൾ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² a² മൈനസ് c²നെ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a² മൈനസ് c², a² മൈനസ് c² വെട്ടിപ്പോവും, ഡിവൈഡ് അല്ലേ ചെയ്ത്. ബാക്കി ബൈ ഒരു a² കിടക്കും. അപ്പം ഇവിടെ വരുന്നത് x² ബൈ a². ഇനി അടുത്തത് y² കൂട്ടത്തിൽ ഒരു a² കിടപ്പുള്ളതുകൊണ്ട് ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ ഈ a² വെട്ടിപ്പോയി, ബൈ ഡിവൈഡഡ് ബൈ ഒരു a² മൈനസ് c² കിടക്കും. അപ്പോൾ y² ബൈ a² മൈനസ് c² ഈക്വൽ ടു ഇവിടെ പിന്നെ ഇത് ബൈ ഇത് 1 വരും. സോ ഇത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ y² ബൈ b² അല്ലേ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വായിച്ചോളല്ലേ. അപ്പോൾ നമ്മുടെ എലിപ്സിൻ്റെ അകത്ത് ഒരു റഫായിട്ട് വരയ്ക്കുവാണ്. എലിപ്സിൻ്റെ അകത്ത് ഇവിടെ മേജർ ആക്സിസ് എ, ഇവിടെ മൈനർ ആക്സിസ് ബി, ഇവിടെ നിന്ന് ഇവിടെ വരെ എ, ഇവിടെ വരെ. അപ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസ് ആണ്. സി എന്ന് പറഞ്ഞാൽ ഫോക്കൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ആണോ സി ആണോ വരുന്നത്? എ അല്ലേ. അപ്പം എ ഗ്രേറ്റർ ദാൻ സി. അപ്പം a² ഓൾസോ വിൽ ബി ഗ്രേറ്റർ ദാൻ c². ദാറ്റ് മീൻസ് a² മൈനസ് c² എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ഇത് നോട്ടിനകത്ത് കിടക്കുന്നത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. അത് വായിച്ച് നോക്കിയാൽ മതി. അപ്പം നോട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പ് എഴുതണം. സംഭവം ഇതാണ്, a² മൈനസ് c² ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലസ് എഴുതും. അതുകൊണ്ടാണ് നമുക്ക് ഹൈപ്പർബോളയ്ക്കകത്ത് ഇവിടെ മൈനസ് ആണ് വരുന്നത്, എലിപ്സിൽ ഇത് പ്ലസ് ആണ്. അതാണ് റീസൺ. ഹൈപ്പർബോളയ്ക്ക് തിരിഞ്ഞു വരും. a² ലെസ് ദാൻ c² ആണ്, അതുകൊണ്ടാണ് അവിടെ മൈനസ് വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ a² മൈനസ് c² എന്ന് പറഞ്ഞ ആൾക്ക് a² മൈനസ് c² എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നു ബി എന്ന്. ഓക്കെ, അപ്പം a² മൈനസ് c² എന്ന് പറയാം നമ്മൾ a² മൈനസ് c², a² മൈനസ് c² ഈക്വൽ ടു ബി. അപ്പം അത് എഴുതുമ്പോൾ x² ബൈ a² പ്ലസ് y² ബൈ b² ഈക്വൽ ടു 100. ഓക്കെ, x² മൈനസ് c² b² ആണ് കൊടുക്കുന്നത്. സോറി. ഓക്കെ, കൊടുക്കും.
മനസ്സിലായോ? അപ്പം നമ്മൾ ഈ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറഞ്ഞ ആൾക്ക് നമ്മൾ ബി സ്ക്വയറിന് പേര് കൊടുത്തു. എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആണ്. അപ്പം എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ നമ്മൾ ബി എന്ന് കൊടുത്തു. അങ്ങനെ ഇതിന് പകരം നമ്മൾ ബി സ്ക്വയർ എഴുതി. ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ആൻ എലിപ്സ് എന്ന് പറയുന്നത്.